സജീന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സജീനയുടെ വീഡിയോ കണ്ടിട്ട് താക്ക് എന്താ ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചവരോടാണ് എനിക്ക് ആ കൊച്ചിനോട് ഒന്നും പറയാനില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇന്നലെ സജീനയുടെ സജീനയെ പരാമർശിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ഇത്ത അങ്ങനെ പറഞ്ഞതെന്നാണ് സജീനയുടെ ചോദ്യം. രേണുവിൻ്റെ വീട്ടിലെ ചൂട് എന്നാണ് ഇത്. ഞാൻ അതിനെ എടുക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല, എന്നാലും നമുക്ക് ആ വിഷയം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് പോർഷനിൽ എവിടെയാണ് എന്നെ പറ്റി പറയുന്നത് ഒന്ന് കേൾക്കാം. കാരണം ഒരു രേണുവിനെ കുറിച്ച് അവർ വീഡിയോ ഇടുമ്പോൾ തിരിച്ച് നമ്മൾ അതെടുത്ത് അങ്ങോട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അടുത്ത വേറൊരു കണ്ടന്റ് അവർക്ക് കിട്ടുവാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. എല്ലാം പഴയത് തന്നെ. പുതിയതായിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ. പുതിയതെന്തെങ്കിലും വരുമ്പോഴത്തേക്ക് പ്രതികരിക്കാതെ പഴയതല്ല, പുതിയതായിട്ടൊന്നും നടക്കുന്നില്ല എന്നാണ് സജീന പറയണത്. ഞാൻ സജീനെ ഇന്നലെ പറയാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് അറിയുമ്പോൾ സജീനയ്ക്ക് മറുപടിയാണേ. ഇന്നലെ ഞാൻ സജീനെ പരാമർശിച്ചതിൽ വ്യക്തമാക്കി തരാം. ഞാൻ സജീന അല്ല എന്ന് പറഞ്ഞത്, സജീനയെ പറഞ്ഞ് പറ്റിച്ച് വെച്ചിരിക്കുന്നത് കണക്ക് ഷെഫീനയെ പറ്റിക്കാൻ പറ്റില്ല. ഞാൻ ഷെഫീനയാണ്, സജീന അല്ല എന്ന് പറഞ്ഞ 100%. അത് ഇന്നത്തെ വീഡിയോ നിനക്ക് ഞാൻ വ്യക്തമാക്കി തരാം. സജീന ഒരു മണ്ടിയാണ് എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം. ഒന്നാമത്തെ കാര്യം, അവൾ പറയുന്നതെല്ലാം ഏറ്റുപാടാനായിട്ടാണോ നീ നിന്റെ മീഡിയ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതായത് നിന്റെ വാക്കുകളിൽ കൂടെ, സജീനയുടെ വാക്കുകളിൽ കൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സീരിയലുകളിലൊക്കെ അഭിനയിക്കുന്ന അത്യാവശ്യം ഈ ഒരു പോർഷൻ, അതായത് ഈ എന്താ പറയണേ, നിങ്ങളുടെ ആക്ടിങ് മേഖലയിൽ അത്യാവശ്യം നിന്റെ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് താൻ. അതുകൊണ്ടുള്ള റെസ്പെക്റ്റ് എനിക്ക് നിന്നോടുണ്ട്. ഞാനോ മറ്റ് യൂട്യൂബേഴ്സോ ഇനി നിന്നെ തെറി വിളിക്കുന്ന ഒരു കാര്യമൊന്നും എനിക്ക് പറയാനില്ല. അല്ലാതെ നിന്നോട് വളരെ സഹിഷ്ണുതയോടെ പെരുമാറുന്നതാണ് ദേവ് ഡിക്കേർഡ്സ്. ആ പയ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടൊരു റെസ്പെക്റ്റ് തോന്നിയിട്ടുണ്ട്. നിങ്ങളെപ്പോലൊരു വ്യക്തി ഇവളെപ്പോലൊരു ചവറിൻ്റെ പിറകെ നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ഒരു നിരാശ ഞങ്ങൾക്കൊക്കെ തോന്നാറുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ വിളിച്ച് ഞാൻ സംസാരിച്ചത്. നീ എന്നോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നീ പെട്ടെന്ന് അങ്ങ് പ്ലേറ്റ് മാറ്റുകയാണ്. ആ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ സജീന അല്ല എന്ന് പറഞ്ഞത്. ഞാൻ സജീന അല്ല, സജീനയെ പോലെ മണ്ടിയല്ല. സജീന മണ്ടി ആയത് എവിടെയൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഈ ഇന്നിട്ടിരിക്കുന്ന വീഡിയോയിൽ, ഇന്ന് സജീനയുടെ വീഡിയോ നിങ്ങളൊക്കെ പോയി കാണണം കേട്ടോ, പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം, കാണട്ടെ. അതിനകത്ത് 7 സെന്റ് കാര്യം പറയുന്നുണ്ട്. 7 സെന്റ് ബസ് 6.5 6.25 സെന്റോ ഉണ്ട് ബിഷപ്പ് കൊടുത്ത ആ വീടിന്. ബിഷപ്പിന്റെ വീടും ഈ വീടും കൂടെ ഞാനൊരു കമ്പാരിസൺ നടത്തുകയാണ്. ബിഷപ്പിന്റെ വീടെന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹട്ട് മാത്രമാണ്, വലിയ ബിൽഡിങ്ങോ ഒന്നുമല്ല. ഒരു ചെറിയ രീതിയിൽ അദ്ദേഹം കെട്ടിപ്പൊക്കിയ ആസ്പെറ്റാസ് ഇട്ട ഒരു ഹട്ട് പോലൊരിതാണ്. അദ്ദേഹം ഒരു വൈദികനാണ്, അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ആ എളിമ അതിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ വീടൊന്ന് പോയി സജീന കാണുക. സജീന എന്തായാലും രേണുവിന്റെ വീട്ടിൽ പോകുമ്പോൾ ഇടതുവശത്തോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫാദറിന്റെ ഹട്ട് കാണാൻ പറ്റും. എനിക്ക് തോന്നില്ല അത് കാണാൻ പറ്റുന്നു, കാരണം അത്രയ്ക്ക് ചുറ്റും മരം വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഫാദറിന്റെ വീടിരിക്കുന്ന പ്രോപ്പർട്ടി 6 സെന്റ് മാത്രമേ ഉള്ളൂ. സജീനയ്ക്ക് എന്ത് മനസ്സിലായി? 6 സെന്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ മിറ്റം മുഴുക്ക ഞാൻ ആ വണ്ടിയിൽ പോകുന്ന സമയത്തുള്ള സീനാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ആ മിറ്റം മുഴുക്ക ഇട്ടിരിക്കുന്നത് എന്താണ്? ഇന്റർലോക്ക് ഇട്ടിരിക്കുകയാണ്. ആ ഇന്റർലോക്ക് ഇട്ടുന്ന സ്ഥലത്ത് 4 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഒത്തിരി മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കുമെങ്കിലും മിനിമം ഒരു 2 വണ്ടിയെങ്കിലും 3 വണ്ടിയെങ്കിലും അതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള സ്ഥലത്താണ് ഒരു 2 മുറിയും 2 ബാത്റൂമും കിച്ചനും ഹാളും അദ്ദേഹം ഇരിക്കുന്ന ഓഫീസ് റൂമും അദ്ദേഹം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത്ര തന്നെ പോർഷൻ തന്നെയാണ് രേണുവിനും എടുത്തിട്ടുള്ളത്. വീടിന് ഏകദേശം അങ്ങനെ തന്നെയാണ്. 2 ബെഡ്റൂമോ 3 ബെഡ്റൂമോ ഉണ്ട്. അത്ര പോർഷനേ ഉള്ളൂ. ചുറ്റും രേണുവിന് എത്ര പോർഷൻ ഉണ്ടോ അത്ര പോർഷൻ്റെന്നും കുറവ് പോർഷനാണ് ഫാദറിനുള്ളത്. പക്ഷെ അത് മുഴുക്ക മരങ്ങളാണ്. അതിനകത്ത് നീ പറയുന്ന കണക്ക് തെങ്ങും പ്ലാവും മാവും ഒന്നും വേണ്ട. ചെമ്പരത്തി ചെടി കിട്ടും, അറിയാമോ? ചെമ്പരത്തി കിട്ടും. ഇനി ഇതൊന്നും പോരണ്ട. ഈ നമ്മളെ കടലാസ് പൂവെന്നും പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്, അതാണെങ്കിൽ പടർന്ന് അങ്ങോട്ട് കയറും. ഒന്നും വേണ്ട, ഇനി അതും വേണ്ടെന്ന് വെക്കാം. ഒരു സൈഡിൽ നിന്ന് പയറില്ലേ, അതാവുമ്പോൾ മതിലും പുഴുതോണ്ട് പോകൂല, അടിസ്ഥാനവും പുഴുതോണ്ട് പോകൂല, ഒന്നും പുഴുതോണ്ട് വന്നാൽ കാട് പോലെ പടരും. അതും പോട്ടെ, ഇനി അതൊന്നും വേണ്ട. ഈ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കിട്ടും, അറിയാമോ? അത് താഴെ വേര് വെച്ച് കഴിഞ്ഞാൽ വലയിട്ട് കൊടുത്താൽ ആ വലയിൽ പിടിച്ചു കയറി അവിടെ മുഴുക്ക കാടാകും, നല്ല രീതി ഗ്രീനാകും. സ്വന്തം വീടാണെന്ന് നോക്കിയാലേ അത് നടക്കുകയുള്ളൂ. മനസ്സിലായ? അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴുന്നത് ശരിയാക്കാൻ പണമില്ലെന്ന് പറയണം. അവളെ പല്ല് വെക്കാൻ പണം വേണോ? ഞാനിപ്പോൾ പോയി നോക്കി, എൻ്റെ പല്ലിൻ്റെ ചെറിയ ട്രബിളുണ്ട്. ഇതിന് എനിക്ക് അവരിട്ട് തന്ന ബില്ല് 38,000 രൂപയാണ്. 38,000 രൂപ ഇതിന് വരുമെങ്കിൽ കോസ്മെറ്റിക് സർജറിക്ക് എത്രയാവുമെന്ന് എനിക്കറിയാം. ഇത് ചെയ്യാൻ അവളെ പണം ഉണ്ടല്ലോ. ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ 5,000 രൂപ കിട്ടുമോ? എത്ര രൂപ വേണം ഒരു പാക്കറ്റ് സിമൻറ്റ് എടുക്കാൻ? ആ സിമൻ്റ് എടുത്ത് ഒരു ഇച്ചിരിപ്പൂല മണലും കൂട്ടി കുഴച്ച് അതിനകത്ത് വെച്ചൊന്ന് തേക്കാൻ എത്ര രൂപ വേണം? എൻ്റെ വീട്ടിൽ വരിക, അടുക്കളപ്പുറ, അതായത് ഞാൻ വീട് വെച്ച ശേഷം താഴെ ചായ്പ് കിട്ടിയത് ഞാനാണ്.
വീട്ടിൻ്റെ താഴെയുള്ള സ്റ്റെപ്പ് കെട്ടിയത് ഞാനാണ്. ഞാൻ മേശരിയും ഇതൊന്നുമല്ല, മൈക്കാടും ഒന്നുമല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ നെറ്റിൽ നോക്കി മൈക്കാടുകാർ ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നിട്ടാണ് ആ സ്റ്റെപ്പ് 14 സ്റ്റെപ്പുണ്ട് ഞാൻ വെച്ചത്, 7 14 ഉണ്ട്. ഇത് ഞാനും എൻ്റെ ഇളയ വാവയും കൂടെ ചേർന്നാണ് കെട്ടിയത്. അതിൻ്റെ അപ്പുറത്തൊരു തൊട്ടി കെട്ടിയിട്ടുണ്ട്, അത് ഞാൻ തന്നെയാണ് കെട്ടിയത്. എനിക്ക് നേരം പോകുന്നു, ഞാൻ നല്ല പോലെ ഇരുന്ന് ഒരു നല്ല കരണ്ടിയും വാങ്ങിച്ച് നന്നായിട്ടിരുന്ന് കുഴച്ച് ഞാൻ വെച്ച് തേച്ചതാണ് ആ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന അടുക്കള വശത്തുള്ള സർവ്വത്ര സാധനവും അടുക്കള ഉൾപ്പെടെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ അതെടുത്ത് വീഡിയോ ഇട്ടേനെ. അന്ന് അതെനിക്ക് ഇങ്ങനെ യൂട്യൂബൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടില്ല. ഇനി ചെയ്യുന്നത് ഞാൻ വീഡിയോ ഇട്ട് തരാം. ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. സജീന ജീവിക്കുന്ന ജീവിത രീതിയാണോ രേണു ജീവിക്കുന്നത്? രേണു അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നതാണോ? സജീന ഭിക്ഷ എടുത്തല്ലോ വീട് വെച്ചത് ആണോ? അല്ലല്ലോ. എന്നിട്ടും സജീനയ്ക്കുള്ള സജീനയുടെ വീട്ടിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും സജീന എന്താ ചെയ്യുന്നത്? ചുറ്റും മരങ്ങൾ വെക്കാറില്ലേ? പോട്ടടെ ചെമ്പരത്തി ചെടി നടാൻ എന്താ പാട്? ഇടയ്ക്കിടയ്ക്ക് 2 എടുത്ത് അവളെ ചെവിയിലും വെച്ചു കൊടുക്കാൻ പറ്റും, തന്തയ്ക്കും തള്ളയ്ക്കും കൂടെ വെച്ചു കൊടുക്കാം. കാരണം അമ്മാതിരി പരിപാടിയാണ് അത് നിങ്ങൾ കാണിക്കുന്നത്. വീട്ടിൽ ചെടി നടാൻ പറ്റത്തില്ല, മതിൽ പൊളിഞ്ഞിഞ്ഞ് വീഴുമെന്ന് പറയണത് പോഷത്തരായിട്ട് നിനക്ക് തോന്നുന്നില്ല? വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് മറിയുന്നതെന്ന് പറയുന്നു. അവിടെ ഒരു ഓവ് ചാല് ക്രിയേറ്റ് ചെയ്തു, ഒരു വലിയ പൈപ്പ്, ഒരു ഒത്തിരി കൂടെ വണ്ണമുള്ള ഒരു പൈപ്പ് എടുത്ത് അതിൻ്റെ ഇത് വെച്ച് ആ വെള്ളം നേരെ റോഡിലേക്ക് പോകും. അതാ തന്തിയാനെ കൊണ്ട് പറ്റത്തില്ലേ? തന്തിയാനക്ക് ശ്വാസം മുട്ടലാണോ? മോളെ, കണ്ണടച്ചിരുട്ടാക്കുന്നവരെ ഒരു കാലത്തും നമുക്ക് തുറപ്പിക്കാൻ പറ്റത്തില്ല. അവർ കണ്ണടച്ചങ്ങോട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവരോട് എന്ത് പറഞ്ഞിട്ട് കാര്യം? നീ കണ്ണടച്ച് വെച്ചിരിക്കുകയാണ്. അവൾ പറയണ എല്ലാ കൂത്തിനും നീ നിൽക്കുകയാണ്. ഞാൻ ചോദിച്ച ഒരു ചോദ്യം, ബിഷപ്പ് അയച്ച ഒരു നോട്ടീസ്, ബിഷപ്പ് എന്തുകൊണ്ട് അങ്ങനെ ഒരു നോട്ടീസ് അയച്ചു? അപ്പൊ നീ പറയുന്നത് ബിഷപ്പ് അത് പറഞ്ഞു, ബിഷപ്പ് ഇത്. ആരാണ് ബിഷപ്പ്? ബിഷപ്പ് പറഞ്ഞതിന്റെ യഥാർത്ഥ വശങ്ങൾ ഇപ്പോൾ മെയിൻ സ്ട്രീം എടുത്തിടുന്നുണ്ടല്ലോ. അപ്പൊ നിന്റെ അടുത്ത ചോദ്യം എന്താണ്? മെയിൻ സ്ട്രീംകാർക്കെതിരെ എന്തുകൊണ്ട് നീ പരാതി പോകുന്നത്? മെയിൻ സ്ട്രീംകാർക്കെതിരെ ബിഷപ്പ് പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൊടുത്ത ഉടനെ പരാതി അങ്ങ് എടുക്കൂ? ഇല്ലല്ലോ. എത്ര പേർക്കെതിരെ ആ മനുഷ്യൻ പരാതി കൊടുക്കേണ്ടി വന്നു? എത്ര പേർക്കെതിരെ അദ്ദേഹം നിൽക്കേണ്ടി വന്നു ഇവള് കാരണം? അദ്ദേഹം കാലം ഇത്ര വയസ്സുണ്ട്, ഇത്ര പ്രായത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് കേസുണ്ടോ? ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഉണ്ടോ? സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന് ഇത്രയും അവഹേളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹം എന്തോ പറയട്ടെ, അത് കേട്ടില്ല എന്ന് വെക്കുക. അല്ലെങ്കിൽ അവിടെ നേരെ ഉണ്ടല്ലോ, അവൾ അപ്പനെ അങ്ങോട്ട് വിട്ടിട്ട് 2 സംസാരിപ്പിക്കുക. എന്തേ അത് പറ്റത്തില്ലേ? അതിന് പകരം സോഷ്യൽ മീഡിയ കൂടെ വിഷപ്പാമ്പെന്ന് വിളിച്ചത് നല്ലതെന്നാണോ നീ പറയുന്നത്? ആണോ കുട്ടിയെ? അദ്ദേഹം പിതൃ സമാനാണ്. വയസ്സ് എത്ര ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ആ രീതിയിലുള്ള പരിഗണന അദ്ദേഹത്തിന് കൊടുക്കണം. കാരണം നിനക്ക് കിടന്നുറങ്ങാനുള്ള പറമ്പ് തന്നത് അയാളാണ്. വേണ്ടെങ്കിൽ തിരിച്ചെഴുതി കൊടുക്കണോടെ, അതാണ് അന്തസ്. ഇത്രയും കേൾക്കുന്നില്ലേ? വേണ്ടെങ്കിൽ തിരിച്ചെഴുതി കൂടെ. അന്തസ്സുള്ള വേറെ ഏതെങ്കിലും എത്രയോ പേരെ കൊണ്ട് അവർക്ക് കൊടുത്തോളൂ. 8ഓളം കുടുംബത്തിന് വീട് വെക്കാനുള്ള തറ കെട്ടിക്കൊടുത്തു, പറമ്പ് കൊടുത്തു അദ്ദേഹം. ഈ വീട്ടുകാരെങ്കിലും രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ നിക്കർ ഇട്ടുകൊണ്ട് വന്നിട്ട് ഫാദറിനെ തെറി വിളിക്കണം നീ കേട്ടിട്ടുണ്ടോ? സജീന, കണ്ണടച്ചിരുട്ടാക്കുന്ന നിന്നെ ഞാൻ നീയല്ല എന്ന് 100 വട്ടം പറയാനുള്ള അർഹത എനിക്കുണ്ട്. നീ കണ്ണടച്ചിരുട്ടാക്കിയിരിക്കുകയാണ്. ഇന്നലത്തെ ഒരു വീഡിയോ ആണ് ഇത്. അവരെടുത്തിട്ടത് തന്നെയാണ്, അവരുടെ ടൈം ലൈനിൽ കിടന്നത്. നോക്ക്, അവർ വണ്ടി എവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ 2 വണ്ടി അവരുടെ മുറ്റത്തിട്ട എന്താ കുഴപ്പം? അല്ലെങ്കിൽ ആ റോഡിലിട്ട എന്താ കുഴപ്പം? അല്ലവന്റെ പറമ്പിലാണോ കയറ്റിയിടുന്നത്? ഇതൊക്കെ തോന്നിയാസങ്ങളല്ലേ? അവിടെ കൊണ്ടിട്ട എന്താ കുഴപ്പം? മുറ്റത്ത് കിടന്ന എന്താ കുഴപ്പം? അങ്ങോട്ട് മാറ്റിയിട്ട എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ? അവിടെ മുഴുക്ക അവളങ്ങ് വെച്ച് അധികാരം കാണിക്കുകയാണ്. അതിനുള്ള അർഹത അവക്കുണ്ടോ? അതിന്റെ അധികാരിയായിരിക്കുന്ന മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. സത്യം പറയാലോ, ഞാനാണ് അവിടെ താമസിക്കുന്നത്. ആ വീട്, ആ റോഡിനപ്പുറം അവൾ കാല് വെച്ച കല്ലെടുത്തെറിയും ഞാൻ. ഇത്രയും തോന്നിവാസം പറഞ്ഞിട്ടും ആ മനുഷ്യൻ അവളെ അവിടെ താമസിക്കാൻ അനുവദിക്കുന്നുണ്ട്. അത് അയാളുടെ വലിയ മനസ്സാണ്. ഞാനാണെങ്കിൽ അനുവദിക്കത്തില്ല. ഞാൻ തന്നെ പറയുന്നില്ലേ, ഞാൻ അനുവദിക്കത്തില്ല. അവിടെ കിടന്നുറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. റോഡ് ക്ലോസ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് പിന്നെ അങ്ങോട്ട് വേറെ വണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ടെന്ന് നീ ഇനി ഉത്തരവാദിത്വം കൊണ്ടുവരല്ലേ. പിന്നെ ചുറ്റും നീ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. 2 സെന്റ് വീട്, 3 സെന്റ് വീടെന്ന് പറഞ്ഞ് ഒരുപാട് എണ്ണം വരും. ചുമ്മാ സെർച്ച് ചെയ്ത് നോക്ക്, കാണാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ 100 എണ്ണം നിനക്ക് എടുത്ത് അയച്ചു തരാം. നീ കണ്ടു നോക്ക്. ആ 2 സെന്റ് വീടിന്റെ മൂലയ്ക്ക് അവർ പ്ലാവ് വെച്ചിട്ടുണ്ട്. അപ്പൊ പറയുന്ന വീട് സ്ട്രോങ് അല്ലാന്ന്. അദ്ദേഹം വെച്ചിരിക്കുന്ന ഒരു ഹട്ടാണ്. അതിന്റെ ചുറ്റും അദ്ദേഹത്തിനെ കൊണ്ട് ഇത്രയും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഹട്ട് പൊളിഞ്ഞു വീഴുമെന്ന് ഭയന്നിട്ടാണോ? അത്ര അങ്ങ് താന്നു പോയ സാധനമൊന്നുമല്ല ആ വീട്. അങ്ങനെ ഒരു മരം വെച്ചാൽ പൊളിയാൻ തക്കവണ്ണമുള്ള ഒരു വീടാണെങ്കിൽ രേണുവിന്റെ അച്ഛനും അമ്മയും കൊച്ചു പാലിനും കൂടെ അതിനകത്ത് കിടന്നുറങ്ങണത് എങ്ങനെയാണ്? അത് പൊട്ടി ചേച്ചിയുടെ 2 പിള്ളേർ അതിനകത്ത് വന്നിരിക്കുന്നല്ല, അതെങ്ങനെയാണ്? അത്രയ്ക്കൊക്കെ പൊളിഞ്ഞു വീഴാറായ വീടാണോ? ഇത്രയും ലൈഫ് റിസ്കിലാക്കി നിങ്ങൾ അതിനകത്ത് താമസിക്കേണ്ട കാര്യമുണ്ടോ സജീന? അത് അവിടെ നിന്ന് ഇറങ്ങി വിടവരെ. അവർ വാടകയ്ക്ക് വീടെടുത്ത് പോവാൻ പറ. പിന്നെ ഇരുന്നുകൊണ്ട് വീട്ടിൽ ക്യാഷ്വൽ ടോക്ക് എന്ന് പറയും. അവൾ അപ്പി ഇട്ടാലും എടുത്ത് ഇടാനായിട്ട് അവൾ കൂടെ ക്യാമറയും കൊണ്ട് നടക്കുകയല്ലേ. സോറി ടു സേ, ഈ ഇത്തരം വൾഗാരിറ്റിക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ.
അവൾ കക്കൂസി പോവുകയാണെങ്കിൽ ഒരു ക്യാമറ അതിൻ്റെ പിറകെ പോവുകയാണ്. അവൾ അപ്പിയിട്ടത് കറുപ്പാണോ വെളുപ്പാണോ എന്ന് നോക്കി അതെടുത്ത് പബ്ലിഷ് ചെയ്യാൻ ഇരിക്കുമ്പോൾ അത് കാണുന്ന ഞങ്ങൾ പറയും അത് വയറിളവി പോകുന്നതാണ്, അല്ലെങ്കിൽ രാത്രി എന്തോ കടുത്ത കഴിച്ചിട്ടാണ് കട്ടിക്ക് പോണേന്ന് ഞങ്ങൾ പറയും, കാണുന്നവർ പറയും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് കൊണ്ടൊന്നും ഇടാതിരിക്കുക. പ്രശ്നം കഴിഞ്ഞില്ലേ? ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നു, അതിനകത്ത് ഞാൻ എന്താണ് പറയുന്നത്? ഈ കേസിന് ആസ്പദമായി നടന്ന സംഭവ വികാസങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനത് പറയും, ഞാൻ ഇടും. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉൾപ്പെടെ മുഷിഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. വയ്യ അവർക്കിത് കേൾക്കാൻ, അവർക്ക് മടുത്തിട്ടാണുള്ളത് ഇത്. ഞാൻ അങ്ങനെ നിരന്തരമായി ഒരു വിഷയം കൊണ്ടിരിക്കുന്ന വ്യക്തിയല്ല. നീ കാണുന്നത് ഞാൻ ഇന്നലെ 7-8 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരു വീഡിയോ മാത്രമാണ് രേണു, ബാക്കിയുള്ളതൊക്കെ ഞാൻ വേറെ ആനുകാലിക വിഷയമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കയറി എടീനെ വിളിക്കോളും മറ്റേ അവൾ എന്നെ പ്രൊവോക്ക് ചെയ്യുന്നതാണ്. എന്നെ പ്രൊവോക്ക് ചെയ്ത് എന്നെ ചാടിച്ച് അപ്പോൾ അവൾക്ക് കുറച്ച് റീച്ച്, ഇതാണ് ഉദ്ദേശം. ഉദ്ദേശം സാധിച്ചില്ലേ? 10 പേര് വേറെ കൂടുതൽ എടുത്തില്ലേ? ട്രോളന്മാരും എടുത്തോണ്ട് പോയിട്ടുണ്ട്. എൻ്റെ പേര് ചീത്തയാവേലേ അതിനകത്ത്. അവൾക്ക് എന്ത് തോന്നിവാസോ പറയും, ഞാൻ മിണ്ടാതെ പൊത്തിക്കൊണ്ടിരിക്കണോ? അതെന്തിനാ? ഇത്രയോ പറഞ്ഞപ്പോൾ ഒന്നല്ലേ പറഞ്ഞുള്ളൂ. ഇത്രയോ എന്തുകൊണ്ട് പറഞ്ഞു കുട്ടി? എന്തുകൊണ്ട് അവളെ പറയേണ്ടി വരുന്നു? മിണ്ടാതിരിക്കുകയല്ലേ? നിനക്കറിയാത്തൊരു കാര്യം ഞാൻ നിനക്കിന്നൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നെ ഇവളുടെ ഗുണ്ടാളെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട്, പച്ചത്തെറി വിളിപ്പിച്ചിട്ടുണ്ട്. സെജീൻ എന്നാ അങ്ങനെ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫോർവേഡ് ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. ഒരു നമ്പർ ബ്ലോക്ക് ചെയ്തപ്പോൾ അടുത്ത നമ്പറിൽ നിന്ന് വിളിച്ച് പച്ചത്തെറി വിളിച്ചിട്ടുണ്ട്. ചക്രവർത്തി ബോയ്സ് ഹോസ്റ്റൽ എന്നാണ് പേര്. കണ്ടവന്മാരെ കൊണ്ടൊക്കെ രേണു സുധിയെ പറഞ്ഞതിന് തെറി വിളിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുകയല്ലേ? ഇപ്പം തിരിച്ചു തരൂലേ? എവളാ ഗുണ്ടാൾ? അല്ലെങ്കിൽ പിന്നെ വേറെ ആര്? എന്തിനെന്നെ അങ്ങനെ വിളിപ്പിക്കണം? എൻ്റെ ഗുണ്ടാൾ ആരെങ്കിലും അവളെ വിളിക്കുന്നുണ്ടോ? തെറി വിളിക്കുന്നുണ്ടോ? എങ്കിൽ അവളുടെ അടുത്തൊന്ന് പറയാൻ പറ. നിൻ്റെ അടുത്ത് എന്തായാലും പറയുമല്ലോ, ഉണ്ടോ? അപ്പോൾ എന്താ ആശയപരമായിട്ടുള്ള സംവാദങ്ങൾക്ക് ഞാൻ എന്താ പറഞ്ഞേ? ഈ പ്രശ്നം പരിഹരിക്കാം എന്നല്ലാതെ ഇന്നവരെ സജീനയുടെ അടുത്ത് ഇല്ല ഇത് പരിഹരിക്കരുത്, അവക്കെതിരെ 2 കോടി രൂപയും കൊണ്ട് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പറയുമ്പോൾ എല്ലാം പറയണം. ബിന്ദു അമ്മണിയെ പോലുള്ള ഈ മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയെ കൊണ്ട് നിങ്ങൾ കൂട്ടുപിടിക്കുകയാണെങ്കിൽ ഈ പെണ്ണിന്റെ ഭാവി മുരടിച്ചു പോകുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചോ? ഇല്ലല്ലോ. കണ്ടോ, കാത്തിരുന്ന് കണ്ടോ. ഏത് വിശ്വാസിയാണ്? ഇപ്പൊ അവള് അമ്പലത്തിൽ മഹാദേവ ക്ഷേത്രത്തിലല്ലേ ഉദ്ഘാടനത്തിന് പോകുന്നത്. മഹാദേവ ക്ഷേത്രത്തിലെ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് അറിയുമോ ബിന്ദു അമ്മണിയാണ് ഇവളുടെ കൂട്ടുകക്ഷിയെന്ന്? അറിഞ്ഞാൽ അവൾക്ക് ആ പ്രോഗ്രാം കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എവിടത്തേക്കാണ് അവൾ സഞ്ചരിക്കണമെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ തെറ്റാണ്. പക്ഷേ അങ്ങനെയാണ് നമ്മുടെ നാട്. നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയെ തൂക്കി ആരും തലയെ വെക്കത്തില്ല. അതൊരു കോമൺ ഫാക്ടറാണ്. അത് മനസ്സിലാവുന്നില്ലേ? അത്ര പോലും ബോധമില്ലേ സജീനയ്ക്ക്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ബോധമല്ല, നീയല്ല ഞാനെന്ന്. എനിക്ക് പൊതുബോധമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ അവരുടെ വായിരിക്കുന്ന കേൾക്കത്തില്ല? നീ അവരുടെ വായിരിക്കുന്ന കേൾക്കൂല. കാരണം നീ നല്ലൊരു ഇരയാണ് സജീന. നീ ഒരു ഇരയാണ്. അവക്ക് നാക്കില്ലേ? അവക്ക് മറ്റവളെ എന്ന് പറയാനല്ലേ അറിയാവുള്ളൂ. കേസ് ആർക്ക് വന്ന്? നിനക്ക് വന്ന്. കോംപ്രമൈസ് ആർക്ക് വരുന്നു? അവക്ക് വരുന്നു. നീ പോയി മാപ്പ് പറഞ്ഞിട്ട് പോലും നിനക്കെതിരെയുള്ള കേസ് അദ്ദേഹം പിൻവലിച്ചോ? ഇല്ല. ഇപ്പോഴും ആ കേസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നീ പോയി മാപ്പ് പറഞ്ഞു. അത് നിന്റെ വളർത്തുഗുണം. നിന്നെ വളർത്തിയത് അങ്ങനെ ആയതുകൊണ്ട് നീ പോയി അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പട്ടം എന്താണെന്ന് മനസ്സിലാക്കി നിന്റെ കയ്യിൽ നിന്ന് വന്ന പിഴവിന് നീ അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞു. അത് നിന്റെ സംസ്കാരം, നിന്റെ മാതാപിതാക്കൾ നിന്നെ വളർത്തിയ ലക്ഷണം. അതുകൊണ്ട് നീ പോയി. അതാണ് ഞാൻ പറഞ്ഞത്, നീ ഒരു സാധുവാണ്. നിന്നെ അവൾ ചതിക്കുകയാണ്. നീ അവിടെ ഫ്രണ്ടിൽ നിന്ന് അവളെ പരിചയമായി നിന്ന് നീ നാട്ടുകാരെ വെട്ടയാണ്. എന്തിനി? ആര്? നിന്റെ പെങ്ങളാ? അല്ലെങ്കിൽ നിന്റെ ആരെങ്കിലും? അവളെ ചേട്ടത്തി എവിടെ ഉണ്ടല്ലോ, അവളെടുത്ത് മൈക്ക് കൊടു, ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെക്കി, എന്നിട്ട് അവളടുത്തൊന്ന് പറയാൻ പറ. നല്ലോല കിട്ടും. നീ എന്തിനത് പറയാൻ പോകുന്നത്? നിനക്കെന്ത് കാര്യം? അപ്പോഴാണ് അതാണ് നിന്റെ അടുത്ത് നിന്നെ പറയുന്നത്. നിനക്ക് തീരെ ബോധമില്ല. നിനക്ക് ബോധം ഉണ്ടെങ്കിൽ നിന്റെ മക്കൾക്കും നിനക്കും ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ നീ ഈ ഇഴജന്തുവിന് വേണ്ടിയിട്ട് നീ വെറുതെ തൃശങ്കു സ്വർഗത്തിൽ കയറുകയാണ്. അതിൻ്റെ വല്ല കാര്യം ഉണ്ടെന്നാണ് എൻ്റെ ചോദ്യം. പിന്നെ വീടിൻ്റെ കാര്യം അത് ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ. 6 സെന്റിലാണ് ഫാദറിന്റെ വീട് ഇരിക്കുന്നത്. 6 സെന്റിലുള്ള ആ വസ്തുവിൽ അദ്ദേഹം വെച്ച് പിടിപ്പിക്കാവുന്നതിന്റെ മാക്സിമം ചുറ്റോട് ചുറ്റും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നീ കാണിച്ചിരിക്കുന്ന ആ പിക്ചറിൽ തന്നെ 4, 3, 7 കൂഞ്ഞ ചെടിയാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങളൊന്നും അങ്ങനെയല്ല. നീ ചുറ്റും നോക്ക്. നീ അവിടെ ചെല്ലുമ്പോൾ അവളുടെ വീട് മാത്രം നോക്ക്, അത് ചുറ്റും നോക്ക്. ഫാദറിന്റെ വീട് അവളുടെ വീടിന്റെ ബാക്ക് സൈഡിൽ അപ്പുറത്ത് 5 സെന്റ് 10 സെന്റിലാണ് വീടുകൾ ഇരിക്കുന്നത്. 2 വീടുകളാണ് അവർ കെട്ടിയിരിക്കുന്നത്. അതിന്റെ ചുറ്റും മരങ്ങളുണ്ടോന്ന് നോക്ക്. അവർ മരം വെച്ചിട്ടുണ്ടോന്ന് നോക്ക്. മരം എന്ന് പറയുമ്പോഴത്തേക്ക് ആലിമരം കൊണ്ടുവന്ന് നടാനല്ല ഞാൻ പറഞ്ഞത്. തെങ്ങും വെക്കണ്ട. ഓൾറെഡി 2 തെങ്ങ് അതിനകത്തുണ്ടല്ലോ, തന്തയും തള്ളയും. അല്ലാതെ ഇനി വേറെ തെങ്ങൊന്നും നീ കൊണ്ടുവയ്ക്കണ്ട. പകരം വല്ല ചെടി കൊണ്ടുവച്ചൂടെ കുട്ടി? എന്തെല്ലാം നടാം. ഇത്രയോ നട്ട വെയിലടിക്കുന്നിടത്ത് പച്ചക്കറി കൃഷി നടത്താം. അവര്
പിന്നെ ജനിച്ചപ്പോഴേ അങ്ങ് മറ്റേ തറവാട്ടിൽ നിന്ന് ജനിച്ചു വന്ന മനുഷ്യരൊന്നും അല്ലല്ലോ, കഷ്ടപ്പെട്ട കുടുംബമല്ലേ. അവനവന് കിട്ടേണ്ട ഭക്ഷണം അതിനകത്ത് വെച്ചു പിടിപ്പിക്കുന്നതിൽ എന്താ മിസ്റ്റേക്ക് ഇരിക്കുന്നത്? വണ്ടികൾ വരും വളയ്ക്കും തിരിക്കും എന്ന് പറയുന്നത്. നീ കാണിച്ചത് കണക്കിനെ ബാക്ക് സൈഡിൽ വരാം, തുളസി നട്ടിരിക്കുന്ന ബാക്ക് സൈഡിൽ അടി അവിടെ ഉണ്ടല്ല പൊട്ടത്തരം. തുളസിയാണ് ബാക്കി വെക്കുന്നത്, തുളസി എപ്പോഴും ഫ്രണ്ടിലടി വെക്കുന്നേ, അതിനടി ബാക്കി വെക്കുന്ന ബാക്കി വെച്ചു തന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. കരിയേപ്പല നടാം, ഒരുപാട് ചെടികൾ നടാം. ഇതൊക്കെ ഒരു കുടുംബ സ്ത്രീ കാണുമ്പോൾ അവർക്ക് ഇളക്കം ഉണ്ടാവും, ദേഷ്യം വരും. എനിക്ക് ദേഷ്യം ഉണ്ടാവും, കാരണം ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പക്ഷേ എൻ്റെ ഇവിടെ ബാൽക്കണി കണ്ടാൽ നിനക്ക് മനസ്സിലാവും എന്നെ കൊണ്ട് ആകുന്ന ഞാൻ ചട്ടിക്കകത്ത് വെച്ചിട്ട്. ഇവിടെ എന്ന് വഴക്കാണ്, താഴെ ഉള്ളവരൊക്കെ പരാതി പറയും, കാരണം ഇതിനകത്തുനിന്ന് ഉറുമ്പൊക്കെ ഇറങ്ങും. എന്നിട്ട് എൻ്റെ മോനോട് അടി കൂടി ഞാൻ അതിനകത്ത് ഫ്ലാറ്റിൽ എപ്പോഴും എൻ്റെ കൈക്കാവലിന് പച്ചമുളകും തക്കാളിയും നട്ടു വെച്ചിട്ടുണ്ട്. പച്ചമുളകും തക്കാളിക്കും കാശ് കൊടുക്കാൻ എനിക്ക് വയ്യ, അത് ഞാൻ നട്ടു വയ്ക്കുക, അതിൽ നിന്നുള്ളതാണ് എടുക്കുന്നത്. എനിക്കത് ശീലമാണ്. അത് കാണുമ്പോൾ ഞാൻ വല്ലതും പറയും, പറ്റുമെങ്കിൽ ഞാൻ ഉള്ളിയും കൂടെ നടും. ഇച്ചിരി പറമ്പ് എനിക്ക് കൂടുതൽ കിട്ടിയാൽ ഞാൻ അവിടെ എന്ത് നട്ടു വയ്ക്കും. അങ്ങനെയാണ് ഓരോ കുടുംബ സ്ത്രീകൾ, അങ്ങനെയാണ്. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഫയറല്ല ഫയലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പല്ലും കാണിച്ച് നാട്ടുകാരുണ്ടാക്കുന്നവർക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പിടി കിട്ടത്തില്ല. ഇപ്പൊ കൊച്ചു മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. രേണു സുധിക്ക് എന്ന് പറയുന്ന സ്ത്രീക്ക് ഈ വസ്തു ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ വാല്യൂ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ആ വസ്തുവിനെ നാഴികയ്ക്ക് 40 വട്ടം കുറ്റവും പറഞ്ഞ് അത് പൂശാതെ ഇട്ടിരിക്കണം എന്നുള്ള നിന്റെ പരാതിയും. പിന്നെന്താ അയാൾ വെച്ചു കൊടുത്തത്. പിന്നെ നീ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, അത് ഭയങ്കരമായിട്ട് എനിക്ക് ചിരിയാണ് വന്നത് സജീന. സത്യത്തിൽ അയാൾ അതും കൂടെ വെച്ചു കൊടുക്കണമായിരുന്നു. അയ്യോ എന്തിനാ ഇപ്പോൾ അവളെ കെട്ടിച്ച് അവളെ പ്രസവവും കൂടെ അയാൾ എടുക്കണമെന്നും കൂടെ പറഞ്ഞേ. എന്തേ രേണുസുധിയെ കല്യാണം കഴിപ്പിച്ച് രേണുസുധിക്ക് ഒരു കൊച്ചിനെയും കൂടെ കൊടുത്ത് അതിനകത്തുനിന്ന് ആ കൊച്ചിന്റെ പേരും കൂടെ ഫിറോസിനെ കൊണ്ട് എടുപ്പിക്കും. അതല്ലേ ശരി? മനുഷ്യനെ നക്കി തിന്നാൻ നല്ലുപ്പില്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. 5 രൂപ കാശ് ആരെങ്കിലും തന്നാ മതിയെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരുണ്ട്, ഗതികെട്ടവരുണ്ട്. ക്യാൻസർ പേഷ്യന്റ് 108 പേരുണ്ട്. ഈ മനുഷ്യരത്രയും ദയാവായ്പ തോന്നി ഭർത്താവ് നഷ്ടപ്പെട്ട ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെണ്ണിനെ സഹായിക്കാൻ വേണ്ടി ചെയ്ത ചെയ്തിന് അവൾ ഇമാതിരി തെണ്ടിത്തരം പറയുമ്പം ഇനി അർഹതപ്പെട്ടവർക്ക് അവിടെ നിന്ന് 10 സെന്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? 5 സെന്റ് ഭൂമി കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹം ഇനി ആരെങ്കിലും നന്നാക്കാനോ സഹായിക്കാനോ പോകുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ആരാണ് ഇതിന്റെ ഉത്തരവാദി? നീ ഇങ്ങനെ കണ്ണ് മൂടി അവളെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ദേഷ്യം എടുക്കുക. നിങ്ങൾ അറേഞ്ച് ചെയ്ത വക്കീല് ബിന്ദു അമ്മിണി, ശരി, ബിന്ദു അമ്മിണിയുടെ ക്വാളിറ്റി എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോസ് ഒക്കെ ബിന്ദു അമ്മിണി റിലേറ്റഡ് ആണ്. ആ സ്ത്രീ ഇതിനകത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് മാനനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഫാദറിന്, പക്ഷെ മാനനഷ്ടം കൊടുത്തിരിക്കുന്നത് ഇവള്. എവിടെയെല്ലാം പോയി ഇവളിത് പറഞ്ഞ് നിർത്ത് നിർത്ത് നിർത്തുന്ന് ഞങ്ങൾ എത്ര വട്ടം പറഞ്ഞു. ഈ യൂട്യൂബേഴ്സ് ഒന്നടങ്കം ഇരുന്നുകൊണ്ട് പറഞ്ഞില്ലേ നിർത്ത് നിർത്ത്, ബിഷപ്പിനെ വിട് വിട്, എത്ര വട്ടം പറഞ്ഞു കേട്ടോ? ഇവിടുന്ന് ബഹറിന് പോയ അന്നേ ദിവസം ഈ മെയിൻ സ്ട്രീം ചാനൽ ഒരെണ്ണം പോസ്റ്റ് ചെയ്തു. അതിനകത്ത് എന്താണ്? ഫാദറിന്റെ വോയിസ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പബ്ലിഷ് ചെയ്യും, അത് പബ്ലിഷ് ചെയ്താൽ യൂട്യൂബേഴ്സ് ഒന്നടങ്കം ഫാദറിനെ എടുത്തു വെച്ച് ഉടുക്കും. ഇത് സജീന ഉൾപ്പെടെ പറഞ്ഞതല്ലേ സജീന? അതിന്റെ അർത്ഥം എന്താണ്? എന്താണ് അതിന്റെ അർത്ഥം? ഇതിനകത്തൊന്നുമില്ല. അന്ന് നിനക്ക് പറയാം, കേട്ടുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ ധരിക്കണമെന്നില്ല. എന്താ ധരിക്കുക? ഇതാണ് ഉദാഹരണം. ഞാൻ പറയാം, നീ എപ്പോഴും പറയുന്ന കണക്ക് അതുൽ വ്ലോഗ് റോങ് ആയിട്ടുള്ള തംബ്നെയിൽ ഇടുന്നത് നീ പറയുന്നു, ശരിയല്ലേ? ആ തംബ്നെയിൽ ഏറ്റവും വൾഗറായിട്ട് ഇട്ടിട്ട് അതിനകത്ത് നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പം രേണുസുധിയുടെ ക്ലിപ്പ് പുറത്ത്, അല്ലെങ്കിൽ രേണുസുധിയുടെ വീഡിയോ പുറത്ത്, അതിനകത്തുള്ള വൾഗാരിറ്റി കണ്ട് കിച്ചു ചൂടായി എന്ന് പറഞ്ഞിട്ട് അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇരുന്ന് പറയുന്നത് നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യും? സമ്മൺ ആർക്കെങ്കിലും അത് കാണണം എന്നുള്ളവർ മാത്രം അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കും. അല്ലാത്തവര് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സാധനം, ഏപ്പടം എന്തോ റിലീസായി ചെറുക്കനിക്ക് കൊളുത്തി, ഇതല്ലേ വായിക്കുള്ളൂ. അതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരും ചെയ്തത് എന്താണ്? നിങ്ങൾക്ക് ബോധമില്ല. ഞാനൊരു 100 വട്ടം പഠിച്ച് സജീന അടുത്ത് പറഞ്ഞു, സജീന ഇത് ഇങ്ങനെയാണ് കാര്യം, ഇതിന്റെ ഇമ്പാക്ട് ഇങ്ങനെയായിരിക്കും പോവുക, ദയവേത് ഈ വള്ളിയിൽ പോയി വീഴരുത് എന്ന് പറഞ്ഞു. സജീനയ്ക്ക് കിട്ടിയിരിക്കുന്ന റിമാർക്സ്, സജീനയ്ക്ക് കിട്ടിയിരിക്കുന്ന നെഗറ്റീവ്സ് എന്നെങ്കിലും ഒരു ദിവസം സജീനയ്ക്ക് മനസ്സിലാകുമ്പോൾ സജീനയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ഇത് മനസ്സിലാകും. നല്ല ആംബിയറുള്ള, നല്ല കാലിബറുള്ള, നല്ല ക്വാളിറ്റിയുള്ള, കാണാൻ ചന്തമുള്ള ഒരു പെണ്ണാണ് സജീന. അതിനകത്ത് തർക്കമൊന്നുമില്ല. മാത്രവുമല്ല കരിയറിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ നല്ല നിലയുറപ്പിച്ച ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഈ അഴുക്ക സാധനത്തിനെ വെച്ച് എന്തോന്ന് നേടാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല ഏബിളായ ഒരു സ്ത്രീ വെറും ഒരു കൂറയുടെ പിന്നിൽ നിൽക്കുന്നത്. ഇത് എന്തെന്നറിയാമോ? തനൂജയുടെ പിറകെ മഞ്ജു പത്രോസ് പോയതുപോലെയാണ്. മഞ്ജു എത്ര ടാലൻ്റ് ഉള്ള ഒരു നടിയാണെന്ന് അറിയാമോ? തനൂജയ്ക്ക് വക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അവസാനം ഞാനൊരു ഇതിൽ കണ്ടപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് ഓടി വന്നപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു എനിക്കിത് അറിയത്തില്ലായിരുന്നു ചേച്ചിന്ന്. ആ ഒരു അറിവില്ലായ്മ നിനക്കുള്ളത് കൊണ്ട് ഞാൻ നിനക്കത് അഡ്വൈസ് ചെയ്ത് തന്നു എന്നതിനപ്പുറം എനിക്ക് അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ എടുക്കാത്തത്.
തെറ്റിദ്ധാരണ മൂലം നീ അതിനകത്ത് നീ ഒന്നും കൂടെ ചിന്തിക്കാം. നീ പറഞ്ഞ പോയിന്റിൽ തന്നെ ഞാൻ വീണ്ടും വരുന്നു. 7 സെന്റ് ഭൂമിയിൽ ഒരു ചെടി പോലും വെച്ച് നടാൻ പയ്യാത്ത തക്കവണ്ണം കഴപ്പുള്ള 3 എണ്ണം അവിടെ ഉണ്ട്. അവളെ അപ്പനും അമ്മയും അവളെ ചേച്ചിയും. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഈ സ്ഥലം മുഴുക്ക ചൂടാ എന്ന് പറഞ്ഞാൽ മറുപടി ഉണ്ട്. ഞാൻ ഫാദറിൻ്റെ അവിടെ പോയതാണ്. അത് ആസ്പെറ്റാസാണ്. അവിടെ ആ മുറ്റത്തിരിക്കുമ്പോൾ സൂപ്പർ കാറ്റാണ് അടിക്കുന്നത്. ഒരു മരവും ചുറ്റും ഇല്ലെങ്കിൽ നല്ല കാറ്റ് വീശും. എനിക്ക് അവിടെ ഒരു ചൂടും അനുഭവപ്പെട്ടു. നല്ല തണുപ്പായിരുന്നു. ചുറ്റും മരം അങ്ങനെ നിന്ന് ആടി ഒലയാണ്. എന്ത് മരം? അവിടെ ഒരു വടവൃക്ഷവും അദ്ദേഹം നട്ടിട്ടില്ല. 1 or 2 പ്ലാവുണ്ട് ഇടതുവശത്ത്. ബാക്കി കംപ്ലീറ്റ് നിൽക്കുന്നത് മുഴുക്ക പൂച്ചെടികളാണ്. അതിനകത്ത് പിന്നെ ചെമ്പരത്തിയാണ്. ചെമ്പരത്തി കൊണ്ടുവന്ന് ചുമ്മാ കുഴിച്ചു വെച്ചാൽ കിളുത്തു വരുമല്ലോ. കാട് പോലെ ആകും. ആ ഭാഗം മുഴുക്ക കാട് വളരുന്ന കണക്ക് വളരൂലേ? അതേപോലെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് കയറ്റിയിടുന്നു. ആ പാർക്ക് ചെയ്തിട്ട് ഇടുന്ന സ്ഥലത്ത് കാട് കയറട്ടെന്ന് വെക്കണം. അപ്പം നല്ല മരങ്ങൾ അവിടെ വന്നാൽ അതുകൊണ്ടുള്ള പ്രയോജനം ആർക്കാണ് അതുകൊണ്ടുള്ള പ്രയോജനം? ഇപ്പുറത്തെ ആസ്പെറ്റാസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവൾ ഇത്രയും പോയി ചിലവാക്കുന്നില്ല. ഇവളെ കൊണ്ട് പറ്റൂല ഒരു പറഗോള ഇടാനായിട്ട്. പറ്റൂലേ? നമുക്കൊരു വീട് കിട്ടിയാൽ നമ്മൾ അതിനെ എങ്ങനെ സൂക്ഷിക്കും? സാധാരണ ഒരു സ്ത്രീക്ക് കിട്ടിയ വീടല്ല അത്. A to Z സാധനങ്ങൾ, ബെഡ്ഷീറ്റ് ഉൾപ്പെടെ, കിടക്കാനുള്ള പില്ലോ, കട്ടില്, മെത്ത, ബെഡ്ഷീറ്റ്, പാത്രങ്ങൾ, ഫിൽട്ടർ ആക്കാനുള്ള വാട്ടർ ഫിൽട്ടർ വരെ അവിടെ ഫിറ്റ് ചെയ്ത്, ഫാൻ, അടുക്കളയിൽ ഫാൻ വരെ ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇതിൽ കൂടുതൽ സൗകര്യം എന്ത് കിട്ടണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ബോധമില്ലേ? അതേ ബോധമില്ലാത്തവർക്ക് അഭിനയിക്കുന്നതാ. എന്താണ് നിങ്ങൾക്ക്? ആ സ്ത്രീയുടെ വക്കാലത്തും പിടിച്ചുകൊണ്ട് സജീന എൻ്റെ പേര് പരാമർശിക്കരുത്. എനിക്കത് ഇഷ്ടമില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. വളരെ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. എൻ്റെ പേര് അവൾ പറയണ്ട. ചുമ്മാ ഇരുന്ന് എന്നെയല്ലേ അവൾ ചുരണ്ടിയത് തന്നെ. ഇവിടെ എത്രയോ പേര് വീഡിയോ ചെയ്യുന്നു. അതെന്താ എൻ്റെ നേരെ കയറുന്നത്? ഞാൻ ഈ പ്രശ്നം പരിഹരിക്കാനാണോ നിന്നത്, അതോ ഇത് ചൂടാക്കി വേറെ തലത്തിൽ കൊണ്ടുപോകാനാണോ നിന്നത്? വൺസ് എൻ്റെ ടേബിളിലേക്ക് ഈ സംഗതി വന്നാൽ എനിക്കറിയാം ഹൗ ടു സോൾവ് ഇറ്റ്. ഇതിനകത്ത് എന്ത് വന്നാലും ഫേസ് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് എനിക്ക് യാതൊരു രീതിയിലൊരു കൺസേൺ ഇല്ല. ഞാൻ പഠിച്ചതൊരു കോൺവെന്റിലാണ്. ഫാദറിനെയും അവിടെയുള്ള മദറിനെയൊക്കെ എങ്ങനെ കൺസേൺ ചെയ്യണമെന്ന് എനിക്കറിയാം. ദൈവതുല്യരായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് അന്തം വിടുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അങ്ങനെ ഒരു വ്യക്തിയെ ആ തീച്ചൂളയിൽ ഇട്ടിട്ട് ഇവള് എന്ത് നന്മ ചെയ്ത് എന്ത് പ്രയോജനം കുട്ടി? ആ ചെറുക്കൻ കുറെ എത്തുവാളി പയ്യന്മാരെ കൊണ്ടുവന്നിരുന്നുണ്ട് ആളുകളെ വെല്ലുവിളിക്കുന്നു. ഞങ്ങളും ആ പരുവത്തിലുള്ള മക്കൾക്ക് അമ്മയാണ്. നമ്മുടെ മക്കളൊന്നും ഇങ്ങനെ ഇരുന്നുകൊണ്ട് വെല്ലുവിളിക്കത്തില്ല. ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, ഒരു വണ്ടി ഇടവന് കറങ്ങാൻ അവരങ്ങ് കുളു മനാലി പോകാൻ സമയമുണ്ടല്ലോ. അവിടം വരെ വന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് തോന്നിയില്ലേ? ഇപ്പം ഞാനും എൻ്റെ അമ്മയോ അല്ലെങ്കിൽ അയലത്തുക്കാരായിട്ട് പ്രശ്നം ഉണ്ടായാൽ എൻ്റെ മകൻ ഇറങ്ങും. അവൻ സംസാരിക്കും. എന്നോട് മിണ്ടാതെ അവിടെ ഇരിക്കാൻ പറയും. ഞാൻ സംസാരിക്കാമെന്ന് പറയും. നമ്മൾ മിണ്ടാതെ അവിടെ ഇരിക്കും. നമ്മൾ ഏണിംഗ് മെമ്പറോ എന്ത് കുന്തോ ആയാലും നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരാണ് പിന്നെ നമുക്ക് വേണ്ടി സംസാരിക്കുക. അത്ര ബോധമില്ല? ഇവള് ചെയ്യുന്ന മുഴുക്ക തെറ്റിന് നീ പോയി ഒപ്പിടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സജീനയ്ക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. അതെന്തിനാ നീ എല്ലാത്തിനും പോയി എല്ലാ വളിക്കും വിളിയേക്കല്ലേ മോളെ? അത് മോശമാണ് കേട്ടോ. എല്ലാ വളിക്കും വിളിയേക്കാൻ വരരുത്. അത് മോശപ്പെട്ട പരിപാടിയാണ്. അവൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും നീ സപ്പോർട്ട് പറയാൻ പോകുമ്പോൾ നീ നശിപ്പിക്കുന്ന നിന്റെ ക്രെഡിബിലിറ്റിയും കൂടെയാണ്. അത് മറന്നു പോകരുത്. നിനക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിന്റെ ക്രെഡിബിലിറ്റി നീ തന്നെയാണ് നശിപ്പിക്കുന്നത്. നീ ആപ്റ്റായ അത്യാവശ്യം കാര്യവിവരമുള്ള ഒരു പെണ്ണാണ്. നല്ല രീതിയിൽ നല്ല പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് നീ തന്നെ ഞങ്ങൾക്ക് കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്ന് കാണിച്ചു. അതുകൊണ്ടാണ് ഞാൻ തീരെ മിണ്ടാത്തത്. ഞാൻ അത് കണ്ടതുകൊണ്ടാണ്. നല്ലൊരു ആർട്ടിസ്റ്റാണ് നീ. അങ്ങനെയുള്ള നീ എന്തടിസ്ഥാനത്തിലാണ് ഈ എത്തുവാളി പെണ്ണിനെ ഈ പല്ലിച്ചിയെ ചുവന്നോണ്ട് നീ നടക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനാണെങ്കിൽ ചെയ്യത്തില്ല. നല്ല സൗഹൃദം എന്താണെന്ന് അറിയാമോ? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന്. പിന്നെ നിനക്കെൻ്റെ ഏജ് എത്രയാണെന്ന് അറിയാമോ? അവളെന്നെ എടീന്ന് വിളിക്കേ. ഞാൻ എന്താ അവളെ വീട്ടിലെ വേലക്കാരിയാണോ? ആണോ? ഞാൻ അവളെ പോലെയാണോ? അവൾ എന്ത് കമ്പാരിസൺ നടത്തിയത് നീ കണ്ടിട്ടുണ്ടോ? നിനക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് കാല് സുഖമില്ല. പക്ഷെ ഞാൻ തനിയെ വണ്ടി ഓടിക്കുന്ന കണ്ടിട്ടില്ലേ? മക്കളുടെ സപ്പോർട്ട് പോലും ഇല്ലാതെ ജീവിക്കുന്നവളാണ് ഞാൻ. എന്നെയാണോ അവളുടെ കൂടെ മാച്ച് ചെയ്തിട്ട് എടി എന്തിരവളെ മറ്റവളെ എന്നൊക്കെ അവൾ ഇരുന്നുകൊണ്ട് അവൾ പറയുമ്പോൾ കൊള്ളാമോ സജീന? എന്നെ അവൾ ചുരണ്ടിയ ഞാൻ മാന്തു എന്നുള്ളത് റെക്കോർഡായ സംഗതിയാണ്. എന്നോട് കൊരുക്കാൻ വന്നാൽ ഞാൻ തിരിച്ചു തരും. എനിക്കതിനകത്ത് ഒരു ഭയവും ആരെയില്ല. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എനിക്ക് ബിഗ് ബോസിൽ പോവണ്ട. എനിക്ക് യാതൊരു രീതിയിലുള്ള ഫെയിമും വേണ്ട. ഈ പറഞ്ഞ മെയിൻ സ്ട്രീം എന്നെ ഫോൺ വിളിച്ചല്ലോ, എൻ്റെ അടുത്ത് ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ എന്താ എനിക്ക് ഓടി അങ്ങോട്ട് ചെന്നാൽ പോരെ? ഈ വിഷയത്തിലൊന്നും എന്നെ ഇന്റർവ്യൂ എടുക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതിന് താല്പര്യമില്ല. ഒന്നും പറയാനില്ല എനിക്കകത്ത്. എനിക്ക് പറയാനുള്ളത് പറയാനാണ് ഈ മീഡിയം. ഇതിൽ കൂടെ പറയും. ഇവിടെ 10 or 15 വരുന്ന ഈ പറയുന്ന അത്ര കൊട്ടേഷൻ സംഘവും കൂടെ നിന്നിട്ട് എൻ്റെ ചാനൽ പൂട്ടിച്ചില്ലേ? എന്നിട്ട് ഞാൻ അടങ്ങിയോ? അങ്ങനെ ഒരാളെ തളർത്താനോ ഒതുക്കാനോ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കുക. രേണു എന്ന് പറയുന്ന സ്ത്രീയെ വീട്ടിലിരിക്കാനോ ഇതിനകത്തൊന്നും ഇറങ്ങരുതെന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. ആ സ്ത്രീ വന്ന വഴി മറന്നുപോയി.
അവരേത് വഴിയിലാണ് വന്നത്? അവരൊരു ആർട്ടിസ്റ്റാണ്. ഇപ്പം സജീന പോയതുപോലെ, സജീനയുടെ കഴിവ് കൊണ്ട് ഈ സീരിയലിൽ പോയതുപോലെയാണോ രേണു പോയത്? രേണുവിന് അങ്ങനെയാണോ അവസരങ്ങൾ കിട്ടിയത്? രേണുവിന് അവസരങ്ങൾ കിട്ടിയത് സുധിയുടെ ഭാര്യ എന്ന രീതിയിലാണ്. ആണോ? മരിച്ചുപോയ സുധിയുടെ ഭാര്യയ്ക്ക് അവസരങ്ങൾ കൊടുക്കുന്നത്. രേണു പാടുന്ന പാട്ട് സജീന കയറി പാടിയാണ് ആളുകൾ കൂക്കി വിളിക്കും. പാടി നോക്ക്, ആ സ്വരത്തിലൊന്ന് പാടി നോക്ക്. ഇവിടെ ഒരുപാട് അനശ്വര കലാകാരന്മാരുള്ളൊരു നാടാണ് കേരളം. ഈ പേക്കൂത്ത് ബാർ ഡാൻസിങ് അല്ല ഈ പറയണ ഗാനം എന്ന് പറയണ ഗാനമേളയിൽ പോയി കിടന്ന് പറഞ്ഞ് വസീകരം ഉണ്ടാക്കാൻ നടക്കുന്നു. നമ്മൾ എന്നിട്ട് സഹിക്കുന്ന എന്തുകൊണ്ടാണ്? ജീവിക്കാനല്ലേ, ജീവിച്ചു പോട്ടെ. അപ്പം ആ അച്ചടക്കം ഉണ്ടാവണം, നാക്കിനുണ്ടാകണം. എത്രയോ പേര് ബിഗ് ബോസിൽ പോയി, എന്തേ അവരൊക്കെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞവരെ എന്നെ നെഞ്ചത്ത് കയറിയില്ല? അവരെന്ത് കാണിച്ചോ നമ്മൾ പറയും. അവിടെ എന്ത് കാണിക്കുന്നോ അവിടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇല്ല. നിങ്ങൾക്ക് എന്ത് കാണിക്കാമോ അപ്പം ഞങ്ങൾക്കത് പറയാനുള്ള അധികാരമുണ്ട്. അപ്പം നമ്മളത് പറയും. അത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫീൽഡ് വിടുക, ഫീൽഡ് വിട്ടിട്ട് മിണ്ടാതിരിക്കുക. അച്ഛനും അമ്മയും ഇവിടെ ചുമ്മാ കുത്തിയിരിക്കുകയല്ലേ. 2 മരം അപ്പുറത്ത് നാട്ടി വെച്ചാൽ എന്താ കുഴപ്പം? 7 സെന്റ് പറ്റില്ലെന്നാ ഞാൻ ഇപ്പോഴും പറയണം. പോയി നോക്കുക, 2 സെന്റ് 3 സെന്റിൽ ആളുകൾ ജീവിക്കുന്നെങ്കിലും സൈഡിൽ എന്തൊക്കെ ഇടുന്നു. എന്തിനിടെ മട്ടുപ്പാവിൽ കൃഷി നടത്തുന്നുണ്ട്. ഇനിയിപ്പം നിന്റെ വീട് പൊളിഞ്ഞിരിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നീ മട്ടിപ്പാവിൽ കൃഷിക്കേണ്ട. എത്രയോ മനുഷ്യർ മട്ടിപ്പാവിൽ കൃഷി നടത്തുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നട്ട് നനച്ച് വെച്ചാൽ അതിന് ഇതുണ്ടാവത്തില്ലേ? ആസ്പെറ്റാസ് ഷീറ്റ് ഇട്ട ശേഷം അതിനകത്ത് മണ്ണ് വിതറിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒരു പരിധി വരെയുള്ള ഈ തണുപ്പ് നിലനിൽക്കും. സൊല്യൂഷൻസ് ആർ ദർ. അവിടെ ഇരുന്നുകൊണ്ട് ഈ കുറ്റം പറഞ്ഞ് ചുറ്റും നോക്കിയിട്ട് ഈ വർത്തമാനം പറഞ്ഞിട്ടല്ലേ തിരിച്ചു പറയേണ്ടി വരുന്നത്? എന്തിനത് പറയിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിനക്ക് നല്ല ബോധ്യപ്പെട്ടാൽ മാത്രം നീ മറുപടി താ.